സെക്കുലർ വാല്യൂസ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല. എല്ലാ മൂല്യങ്ങളും പഠിപ്പിച്ചത് ഗുരുക്കന്മാരാണ്. അല്ലാതെ വെറുതെ എവിടെ നിന്നെങ്കിലും അങ്ങനെ ഒരു മൂല്യം ഉണ്ടാകുന്നില്ല. ഗുരുക്കന്മാരാണ് മൂല്യങ്ങൾ പഠിപ്പിച്ചത്. മതേതര മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു മൂല്യമില്ല. ആ ലേഖനം പറയുന്നു, മതേതര മൂല്യങ്ങൾ ഭൂരിഭാഗവും കൊപ്പിയടിക്കപ്പെട്ടതാണ്. അതിലെ ഭൂരിഭാഗവും ക്രൈസ്തവ മൂല്യങ്ങളാണ്. യൂറോപ്പിലാണ് സോഷ്യലിസം പടർന്നത്. സോഷ്യലിസം പടരുമ്പോൾ ആ മണ്ണിൽ ക്രൈസ്തവ മൂല്യങ്ങൾ രൂഢമൂലമായിരുന്നു. തോടുമാറ്റിയ മുട്ട പോലെയാണത്. ക്രൈസ്തവീയതയുടെ ആവരണം മാറ്റിയിട്ട് ആ മൂല്യങ്ങൾ എടുത്തിട്ട് മതേതര മൂല്യങ്ങൾ എന്ന് അവതരിപ്പിക്കുകയാണ്. മിശിഹായുടെ പ്രബോധനങ്ങൾ, സെർമൺ ഓൺ ദ മൗണ്ട്, ഇതിലെ സാരസംഗ്രഹങ്ങളാണ് ഈ സെക്കുലർ വാല്യൂസ് എന്ന് പറയുന്ന ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, നേതാവാകാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകനാകട്ടെ, കാല് കഴുകുന്ന ഭാവം, ദരിദ്രനെ സഹായിക്കുമ്പോൾ ദൈവത്തെ സഹായിക്കുന്നു എന്ന് പറയുന്നത്, ധൂർത്തപുത്രന് ഉപമ, തെറ്റിപ്പോയവനും തിരിച്ചു വരാമെന്ന് പറയുന്നത്. ഇങ്ങനെ എത്രയോ പ്രബോധനങ്ങൾ, ബൈബിളിൻ്റെ പ്രബോധനങ്ങൾ, നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, സ്നേഹം എന്നിവയാണ് പ്രധാനപ്പെട്ടത്. ഈശോയുടെ പ്രബോധനങ്ങളാണ്. സമത്വം, സാഹോദര്യം, സ്നേഹം, ഇതിനെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യം, ഇതിനെല്ലാം വിവാഹം, ജനാധിപത്യ ക്രമങ്ങൾ, ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന ഹൈന്ദവനായിട്ടുള്ള സാഹിത്യകാരൻ പറയുന്നത്, ക്രിസ്തുവിനേക്കാൾ വലിയൊരു ഗുരുവില്ല. അതുകൊണ്ടല്ലേ AR റഹ്മാൻ ഒരിക്കൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആരെയാണ് കാണാൻ താങ്കൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പൊടുന്നനെ AR റഹ്മാൻ പറയുകയാണ്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ, ഐ വാണ്ട് ടു സീ ഹിം. ഇങ്ങനെ പറയപ്പെടുന്നല്ലോ, ക്രിസ്തു വീണ്ടും വരുമെന്ന്, എനിക്ക് അവനെ കാണണം. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടു, ട്രെയിലർ കണ്ടു. അതിൽ ഇങ്ങനെയാണ്, അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയാണ്, മോസ്റ്റ് ക്രൂവലസ്റ്റ് ഫിലിം. മലയാള സിനിമയിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും ക്രൂരമായ, ഭീകരമായിട്ടുള്ള സിനിമയാണത്രേ. അത് പറഞ്ഞിട്ടാണ് ഈ സിനിമയുടെ പ്രചരണം. അത് ആ പടത്തിന് താഴെ ക്രൈസ്തവ നാമധാരികളായ യുവജനങ്ങൾ ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകുന്നു. കമൻറ്റുകൾ ഇതാണ്: കിടു, തീ, പൊളിസാനം. ഇതൊക്കെ യുവജനങ്ങളുടെ ഭാഷയാണ്. നോക്കുക, ക്രൂരമായിട്ടുള്ള സിനിമയെന്ന് പറയുമ്പോൾ അതിൻ്റെ പോസ്റ്റർ തന്നെ, നായകൻ ഒരാളുടെ തല വെട്ടിയിട്ട് തലയുടെ തലമുടി പിടിച്ച് ആ തലയുമായിട്ട് പോവുകയാണ്. എന്നിട്ട് അയാളുടെ വായിൽ കത്തി ഇറക്കി ചോര ചീറ്റുന്ന ഒരു വികൃതമായ, അത്യധികം നികൃഷ്ടമായിട്ടുള്ള ഒരു പോസ്റ്റർ മലയാളത്തിൽ ഇങ്ങനെ ചിലർ ആ സമയത്ത് ഇടുന്നുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ്റെയും ഇതിൻ്റെ രചയിതാവിൻ്റെയും മാനസിക നില പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഒരു സിനിമയെക്കുറിച്ച് അങ്ങനെ മദ്രാസ് ഹൈക്കോടതി കേസ് വരെ ഫയൽ ചെയ്തു ഇവരുടെ മാനസിക നില കാരണം തുടർച്ചയായ കൊലപാതകങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതിന് ക്രൈസ്തവ യുവജനങ്ങൾ ഇട്ടിരിക്കുന്നത് നോക്കൂ. ഈശോയുടെ രാജ്യത്തിന് എതിർസാക്ഷ്യം നൽകുന്നു. സ്നേഹവും കരുണയും സാഹോദര്യവും സമത്വവും ഒക്കെ മാറ്റി അക്രമവും പൈശാചികതയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ തലമുറ അധപതിക്കുന്നുണ്ടോ എന്നും നാം പരിചിന്തനം നടത്തേണ്ട.